നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ കണ്ണൂർ ഡിപ്പോ ഓഫീസിന് മുന്നിൽ കൂട്ടുധർണ നടത്തി. CPI കണ്ണൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വെള്ളോറ രാജൻ ഉദ്ഘാടനം ചെയ്തു. ടാർജറ്റ് സമ്പ്രദായം നിർത്തലാക്കുക, ഔട്ട്ലെറ്റുകളിൽ മതിയായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുക, തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയും ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇടതു സർക്കാർ വഴിതെറ്റുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെള്ളോറ രാജൻ പറഞ്ഞു. ബദലായി ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് കേരള മോഡൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ, ജനങ്ങളോട് കാണിക്കുന്ന അനുകമ്പ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട്, ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങളും തൊഴിലാളികളും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, കേരളത്തിലെ പല മേഖലകളിലും ഇപ്പോൾ തൊഴിലാളി ദ്രോഹ നിലപാടുകളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ കേരളത്തിലെ പല മേഖലകളിലെയും അനുഭവം. സപ്ലൈകോ മാത്രമല്ല, നമുക്കറിയാം, ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ നിലപാടുകൾ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വിലക്കുറവോടുകൂടി സാധനങ്ങൾ മാർക്കറ്റിൽ ലഭിക്കണമെങ്കിൽ സപ്ലൈകോയുടെ ഇടപെടൽ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഇടപെടൽ, അതുകൊണ്ട് മാത്രമേ പൊതുമാർക്കറ്റിൽ വില കുറയൂ. AITUC ജില്ലാ പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P. ലക്ഷ്മണൻ, KT സുജാത, KV ഉഷ, C. രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.